ഞാൻ പഠിച്ചു പോയിക്കാണ് കേട്ടാ. എന്നാ ശരിക്കാ. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ? ഇല്ലടാ, ശരിയായിട്ടില്ല. ഞാൻ ആ കോയാക്കാന്റെ കൂടെ കൊറേ നടന്നു. അന്റെ ഇപ്പോഴും ശരിയായിട്ടില്ലേ? ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ലടാ, പോയി വെക്കണൊക്കെ കുളവും. ഞാൻ കോയാക്കാനെ കണ്ടീനാ? ഞാനൊന്ന് കണ്ടോക്കട്ടെ. ആ, എന്നാ കോയാക്ക ഇതിലാണ് പോയിട്ടുണ്ട്. വേഗം പോയിക്കോ. ആ, ആരത് പൈസലോ? കോയക്ക, ഞാൻ നിങ്ങളെ കാണാൻ നിൽക്കുന്നു. സുക്കൂറാണ് എന്നോട് പറഞ്ഞ നിങ്ങൾ ഇതില് പോകണ്ടെന്ന്. ആ, എന്നപ്പോ വന്നേ? എന്തായാലും ഇപ്പോഴാണ് ഇജ്ജ് ഒരു ഗൾഫ് ഫെയറിനയക്കുന്നത്. ഇപ്പൊ നല്ല ഉഷാറയക്കണ്. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ഒരു മാസം ലീവ് ഉള്ളൂ. എങ്ങനെയെങ്കിലും എന്റെ കല്യാണം ശരിയാക്കി തരും. പൈസല്ലേ ഇപ്പൊ പഴയ മാതിരല്ല. ബ്രോക്കർ പൈസ ഒക്കെ നല്ല കൂടിയിക്കണ്. ഇജ്ജ് അന്ന് തന്ന പോലെ 1000 2000 ഒന്നും പറ്റൂലപ്പോ. കോയക്ക, ഇപ്പൊ പൈസ ഒരു വിഷയമല്ല. 20,000 പിൻകാണ്ട് തരും. പെണ്ണിനെ കാണിച്ചു തന്നാ മതി. നിങ്ങൾ എന്റെ തടി നോക്കി ഞാൻ തന്നെ ഉഷാറായില്ലേ? അതന്നല്ലേ ഇപ്പൊ ഞാനും പറഞ്ഞേ. പിന്നെ കുട്ടികളിപ്പൊ നിലവിലില്ല. പക്ഷെ എനിക്ക് ലീവ് ഇല്ലാത്തോണ്ട് നമ്മളങ്ങോട്ട് പോയി നോക്കാം. ഏതെങ്കിലും വീട്ടിൽ അന്വേഷിച്ച് നോക്കാം. ഇപ്പൊ പഴയ മാതിരല്ലേ, കുട്ടികളൊക്കെ വലുതായിട്ട് എനിക്ക് തന്നെ അറിയാതായിക്കണം. ഇതുകൊണ്ട് വാ, നമ്മൾ ഇവിടെ 2-3 പേരെ കാണുന്നുണ്ടല്ലോ, പോയി നോക്കാം. നാളെ കമ്മയായാലും കുഴപ്പമില്ല. എങ്ങനെയും ഒന്ന് ശരിയാക്കി തരും. എന്റെ ഒപ്പം ഉള്ളവരൊക്കെ പെണ്ണെട്ടി കുട്ടികളായില്ലേ? ഇച്ചുണ്ടായൊരു ബോധി. പൈസല്ലേ ഇതുകൊണ്ട് വാ, ഏതെങ്കിലും ഒക്കെ കുട്ടിയായി. ആ, ഇവിടെ ഒരു പേര കാണുന്നുണ്ട്. ഇതൊരു കാര്യം ചെയ്യാം. ഇവിടെ തന്നെ നിൽക്കാം. ഞാൻ അതവിടെ ചോദിച്ചു നോക്കട്ടെ. ഏതെങ്കിലും കുട്ടികളുണ്ടാവും. അവിടുന്ന് പോകാനല്ലേ ഇനി? ആ, പൈസനെ വെയിലുണ്ട് കറുത്ത ഇത് വാ. പിന്നെ അവിടെ കുട്ടികള് പാല് കുടിച്ചുന്ന ചെറിയ കുട്ടികളാ, ഒന്നും വലുതായിട്ടില്ല അവിടെ. നമുക്ക് വേറെ വീട് വെക്കാം. ആ, ഒരു കാര്യമുണ്ട്. എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണിത്. ഞാൻ അവിടെ ഒന്ന് പോയോക്കട്ടെ. ഇജ്ജ് അങ്ങോട്ട് വരണ്ട. ഓൻ്റെ മോളെ എന്തായാലും കെട്ടിച്ചാനായിക്കോ. ഇത് ഇവിടെ തന്നെ നിൽക്കാൻ. എന്നോട് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ. ഇജ്ജ് ഇവിടെ നിന്നോ? ഞാൻ പോയി ചോദിച്ചു നോക്കട്ടാലേ. അവിടെ നിൽക്കരുത്. എന്താണ്ട് ഈ ധൃതി കാണുമ്പോ. ഓൻ്റെ അടുത്തുനിന്ന് ആ 20,000 കയ്യിലാക്കണം. പെണ്ണിനെ കാണിച്ചു കൊടുത്താൽ മതിയല്ലോ. അതിനുള്ള പെണ്ണൊക്കെ നമ്മളെടുത്തുണ്ട്. ആ, ഇവിടെ തന്നെ ഉണ്ടോ ഓള്? കോയാക്ക എത്തിപ്പോ ഈ വൈക്ക് കാണലില്ലല്ലോ. കാണൂലല്ലോ, ഈ ബൈക്ക് വന്നാലല്ലേ കാണാ. അല്ല പെണ്ണേ, അന്റെ പുരാപ്പുറ പോയാ സലാമ് പോയൂടെ? ഓല് പണിക്ക് പോയിക്കണേ. ഞാന് ഒരു ചെറുക്കനായിട്ട് വന്നതാണ്. ഓനെ ഞാൻ റോട്ടിൽ നിർത്തിയതാ. ആർക്ക് ചെറുക്കനായിട്ട് വരും നിങ്ങള്? അതൊക്കെ ഞാൻ പറഞ്ഞേരേ. ഞാന് ആ ചെറുക്കനായിട്ട് വന്നതേ അന്നെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാ. ഓനക്കൊരു പെണ്ണ് ശരിയാക്കി കൊടുക്കണേ. അതിനിപ്പോ എന്റെ അടുത്ത് വേറെ കുട്ടികളില്ല. എന്ത് വർത്താനങ്ങള് പറയണത്? ഇന്നെ കാട്ടി കൊടുക്കേ? ഇതൊന്നും നടക്കൂലട്ടോ. ഇജ്ജ് അങ്ങനാണ്ട് പോകല്ലേ, ഞാൻ പറയട്ടെ. സലാമാക്കറിഞ്ഞ എനിക്ക് പിന്നെ ഇവിടെ നിൽക്കേണ്ടി വരുമോ? അതല്ല പെണ്ണെ, ഞാൻ പറയണതാണ് കേൾക്ക ജാതി. ഇത് ഇതൊരു പെണ്ണായിട്ട് നിന്ന് കൊടുത്താൽ മതി. ഓനത് കണ്ടുപോയിക്കോളും. എന്നാ തന്നെ ഓൻ്റെ അടുത്ത് നിന്ന് 20,000 റുപ്യ കണ്ടു കിട്ടും. ഇത് എന്റെ സലാം അറിയൊന്നും വേണ്ടേ. എനിക്ക് 10 എനിക്ക് 10. അത് പോരെ ഞമ്മക്ക്. പിന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആയിക്കോണ്ടേ. 10 റുപ്യ തരുവോ? ആ ഷുക്കൂറിനെ പറ്റിച്ചാൽ ഇനിയും പറ്റിച്ചൂലേ? ഞാനിന്റെ പറ്റിയ ഞാൻ കൊടുങ്ങൂലേ? സുക്കൂറിനെ പറ്റിച്ച മാതിരി അന്നെ പറ്റിച്ചൂലേ? ഇജ്ജ് കുടുങ്ങൂല. ഓനാണ്ട് പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മക്ക് വിളിച്ചറിഞ്ഞാ പോരെ. എനിക്ക് പറ്റിയിട്ടില്ലാന്നേ. പക്ഷെ അതിന്റെ മുന്നേ തന്നെ നമ്മളെ പോക്കറ്റിൽ പൈസ ആയില്ലേ. എന്നാ വേഗം കൊണ്ടുവരി, സലാമാക്ക വരുന്നതിന്റെ മുന്നേ. ആ, ഇതിവിടെ നിന്ന് പോയാ. പിന്നെ എന്റെ കൂട്ടുകാരൻ അവിടെ ഇല്ല. ഓന്റെ കുട്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓനക്ക് ഫോൺ വിളിച്ചപ്പോ ഓൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും കണ്ടുപോയിക്കോളിയായിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുനോക്കാം കുട്ടീനെ. പൈസല ഇതാണ് പേര. ഈ കുട്ടീനെ ശരിക്ക് നോക്കിക്കൊണ്ടി. ഇതെങ്കിലും അത് ശരിയാവട്ടെ. ഇങ്ങോട്ട് വാ.
ആ പെണ്ണെ ഇതാണ് ചെറുക്കന്. ഈ വെള്ളം എന്തേണ്ടി എടുത്തോ. പൈസല്ലേ ഈ കുട്ടീനെ ശരിക്ക് നോക്കിക്കോണ്ടി. പിന്നെ പോയിന്റെ ശേഷം ഞാൻ ശരിക്ക് കണ്ടില്ല അത് ഇത് എന്നോട് പറയരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളൂ കോയക്ക. ഇതെങ്ങനെ പറ്റാൻ കഴിയുന്നു? യോർക്കജ് പായണോ എത്ര എനിക്ക് ഇത്ര ധൃതി അവിടെ ഇരിക്കജ്. അത് കോയക്ക വാളാണ്ട് കണ്ടപ്പോൾ ഇച്ചാണ് ലീവ് ഇല്ലല്ലോ. ആ ഒന്ന് സബൂറാകജ്. പിന്നെ ഈ ക്ലാസ് അവിടെ കൊണ്ടുവച്ചാ ഈ വാനിക്കേ എന്തോ സംസാരിക്കാണ്ടല്ലോ എന്നോട്. എന്നാ അതും പാടെ കഴിഞ്ഞോട്ടെ. എന്നാ പോയോട്ടെ. ഓ മഴയും പെയ്തു. ഇനിയിപ്പോ എങ്ങനെ പോവാ? പണി ലീവായി ഈ മഴ കാരണം. ഓ മഴ ഏതായാലും നിന്നോണം. ഈ ഗ്യാപ്പിലാണ്ട് പോവേന്നു. കോയാക്കാണുള്ളത്. ഇയാളെന്തപ്പത് നമ്മളെ വീട്ടില്? ഇയാളിവിടെ കാണാത്താണുള്ളത്. ഈ പൈസ തന്നെയാണ് ഇങ്ങോട്ട് കാണാനും ഇല്ലല്ലോ. പഠിച്ചോനെ ആ സലാമാണല്ലോ വരുന്നത്. യോർക്ക് ഇനി മണ്ടി കഴിച്ചില്ലാവാ. ആ പൈസലാണെങ്കിൽ ഇന്ന് പൊട്ടും ചെയ്തു. ഈ ചെക്കത് പേര് വെച്ചാൻ കേറിയിട്ട് ആദ്യ രാത്രിയും കഴിയോ? എന്താണ് ഈ കോയാക്ക എന്റെ കാണുന്ന മാടേ? എത്ര കോയാക്ക നിങ്ങൾ അവിടെ നിന്ന് കോള വെക്കണ്ടേ? ഇവിടെ വരി കോയാക്ക. എന്തെങ്കിലും ഒരു കള്ളത്തരം ഇവിടെ വരി. അയാൾ മണ്ടി കഴിച്ചില്ലായത്. ഇഷ്ടപ്പെട്ടു. നിന്റെ മുത്തണിച്ചത് തന്നെയാണ് ഇത്. ഇതൊക്കെ ഏതാ എന്റെ ബാക്കിൽ ഞാണ്ടാ? എന്തൊക്കെ എന്റെ പേരന്റെ ഉള്ളില്? ഞാനൊന്ന് പടുക്കുവാൻ പണ്ടൊക്കെ ഇവിടെ നടക്കണ്ടേ? നീച്ച് പോടാ എന്റെ പേരനെ. പഠിച്ചോനെ കോയക്ക ഇവിടെ പോയി. ഇവിടെ വാടാ. അതൊക്കെ കിട്ടിയാലും പറയാം. എനിക്ക് നിന്നെ ചെരുപ്പം വേണം. പഠിച്ചോനെ സുഖം പെട്ടല്ലോ. ഇനി എങ്ങനെ എടുക്കുക? ആ കഴിഞ്ഞു അതിന്റെ ഉള്ള ആളുണ്ട്. പഠിച്ചോനെ ഇതിന്റെ ഉള്ളിൽ ഇനി ആളോ? എന്തൊക്കെയാണ് പെണ്ണച്ച് കാണിച്ചേക്കണ്ടേ? അല്ലെ ഞാൻ കാണിച്ചു